പണ്ട് മാർക്സ് പറയുന്നുണ്ട്, തൊഴിലാളിയുടെ വിമോചനം എന്ന് പറയുന്നത് തൊഴിലാളിയുടെ വിമോചനം മാത്രമല്ല, മറിച്ച് മുതലാളിയുടെയും വിമോചനമാണ്. കാരണം ഡീഹ്യൂമനൈസ് ചെയ്യപ്പെട്ട മറ്റുള്ളവരുടെ അധ്വാന ഫലത്തെ കവർന്നെടുത്ത് അതിനു മുകളിൽ അപമാനവീകരിക്കപ്പെട്ട ജീവിതം തന്നെയാണ് ഒരു ബൂർഷ്വായും ജീവിക്കുന്നത്. അതുകൊണ്ട് പ്രോലിറ്റേറിയറ്റിൻ്റെ വിമോചനം എന്ന് പറയുന്ന പ്രോലിറ്റേറിയറ്റിൻ്റെ മാത്രം വിമോചനമല്ല, അത് മനുഷ്യവംശത്തിൻ്റെ ആകമാനമുള്ള വിമോചനമാണ്. ഏതാണ്ട് സമാനമായ നിലയിൽ ഈ ആത്മത്തിൻ്റെ അന്തിമമായ വിമോചനം എന്ന് പറയുന്നത് അപരത്തെ കൂടി ഉൾച്ചേർത്തുകൊണ്ടാണ്. അപരത്തെ എക്സ്ക്ലൂസീവായി പുറന്തള്ളിക്കൊണ്ടല്ല. അപരത്തെ പുറന്തള്ളുന്ന എക്സ്ക്ലൂസീവായ വിമോചന സങ്കല്പം വാസ്തവത്തിൽ ആധുനികതയുടെ വളരെ റിജിഡായ ഒട്ടൊക്കെ ഫാഷിസ്റ്റ് സ്വഭാവമുള്ള ഒന്നാണെന്നും അതിനെ നിരസിക്കേണ്ടതുണ്ട്, അതറിനോടുകൂടി എൻഗേജ് ചെയ്യുന്ന ഒരു വിമോചക യുക്തിയെ ദളിത് വിമോചനത്തിൻ്റെ ആധാരമായി സ്വീകരിക്കേണ്ടതുണ്ട് എന്നാണ് നാഗരാജ് കരുതുന്ന, അതിൽ വാദിക്കുന്നത്. ഫ്ലെയിമിംഗ് ഫീറ്റ്സിൽ അദ്ദേഹം അത് വിശദമായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട്.